ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഡൊമിനിക് അരുണിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന 5 ഭാഗങ്ങളായിട്ട് ഒരുക്കിയിരിക്കുന്ന ലോക സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു മലയാളം മൂവി എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന് എങ്ങനെയാണ് ഒരു സിനിമാ കഥ പറഞ്ഞു കൊടുക്കുന്നത്, അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മൂവിയുടെ ബേസ് ത്രെഡ് എന്ന് പറയുന്നത് കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന യക്ഷി ബാംഗ്ലൂരിലേക്ക് വരികയും അവിടെ വന്ന് 2 യുവാക്കളെ പരിചയപ്പെടുകയും സണ്ണി വേണു എന്ന ആ 2 യുവാക്കളോട് ഈ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന യക്ഷി കൂട്ടുകാരായിട്ട് മാറുകയും അവർക്കിടയിൽ വരുന്ന പല പല പ്രശ്നങ്ങളും ആ ഒരു പ്രശ്നങ്ങൾ തീർക്കാനായിട്ടും ഇവരെ സഹായിക്കാനായിട്ടും ഒടിയനും ചാത്തനും മാടനും മറതയൊക്കെ വരുന്നതാണ് ഈ ഒരു സിനിമയുടെ ബേസ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിനിമയെ പറ്റി പയ്യെ ഒന്ന് പറഞ്ഞു പോകാം. സിനിമയുടെ ആദ്യം തന്നെ കാണിക്കുന്നത് ഈ പറയുന്ന ചന്ദ്രയെ ആക്രമിക്കാനായിട്ട് ഇസ്താറിൻ്റെ സൈനികർ വരുന്നതാണ്. അവിടെ നിന്ന് സാഹസികമായിട്ട് ചന്ദ്ര രക്ഷപ്പെടുന്നു. അതിനുശേഷം ഈ പറയുന്ന ബാംഗ്ലൂരിലേക്ക് ചന്ദ്ര എത്തുകയും ചന്ദ്രയെ കൊണ്ടുവരുന്നത് മൂത്തോൻ എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു ക്യാരക്ടറാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന മൂത്തോൻ ചന്ദ്രയെ ഒരു സഹായത്തിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് വിളിക്കുകയും ചന്ദ്ര അവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയും ചെയ്യുന്നു. ചന്ദ്ര എന്ന് പറയുന്ന ഈ പറയുന്ന കള്ളിയങ്കാട്ട് നീലിക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന O പോസിറ്റീവ് ബ്ലഡ് വേണം. അപ്പോൾ ഈ പറയുന്ന ബ്ലഡിനൊക്കെ വേണ്ടി ഒരു പയ്യനെ സമീപിക്കുന്നു. ആ ഒരു പയ്യൻ ഇവർക്ക് ആ ഒരു ഫ്ലാറ്റിൽ ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. താമസിക്കുന്ന ഫ്ലാറ്റിൽ സൂര്യപ്രകാശം കയറാത്ത വിധം ഫുൾ അടച്ചു മൂടിയിരിക്കുകയാണ്. കാരണം രാവിലെ ചന്ദ്രക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. രാത്രിയായിരിക്കും ചന്ദ്ര ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഈ ഒരു ഫ്ലാറ്റിൽ വന്ന് താമസിക്കുന്ന ആദ്യ ദിനം ഫ്ലാറ്റിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് സണ്ണി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചന്ദ്ര ആദ്യമായി കാണുന്നത്. ചന്ദ്ര ആദ്യമായി കാണുമ്പോൾ സണ്ണിയും ചന്ദ്രയെ കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഫീലിങ്സ് വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ചന്ദ്ര എത്രയും പെട്ടെന്ന് ആ ഒരു വിൻഡോ അടച്ചിടുകയും സണ്ണിക്ക് ഈ പറയുന്ന പെൺകുട്ടി ആരാണ്, തൻ്റെ അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കാൻ വന്നിരിക്കുന്ന ഈ ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ആരാണെന്ന് അറിയാനായിട്ട് ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന വേണു എന്ന കഥാപാത്രത്തിനോടും ഈ പറയുന്ന സണ്ണി ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരിക്കലും ഇവർ ഈ പറയുന്നത് പോലെ സണ്ണിയുടെ ഒരു പൂച്ച അടിയിലേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പൂച്ചയെ റോട്ടിൽ നിന്ന് എടുക്കാനായിട്ട് സണ്ണി പോയ സമയത്താണ് സണ്ണിയെ ഇടിക്കാനായിട്ട് പെട്ടെന്നൊരു കാറ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് സണ്ണിക്ക് നേരെ ഓടിയെത്തുന്നു. പെട്ടെന്ന് തന്നെ ഏതോ ഒരു ശക്തി വന്ന് ഈ പറയുന്ന സണ്ണിയെ ഉന്തി മാറ്റുന്നു. സണ്ണിയുടെ മനസ്സിൽ സണ്ണി അത് വീണ്ടും റീതിങ്ക് ചെയ്ത് നോക്കിയപ്പോൾ സണ്ണിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ചന്ദ്രയാണ് തന്നെ ഉന്തി മാറ്റിയതെന്ന്. പിന്നീടും ആ ഒരു പെൺകുട്ടിയെ പറ്റി അറിയാനും സണ്ണിക്ക് ഭയങ്കരമായിട്ടൊരു താല്പര്യമുണ്ടാവുന്നു. അതിനുശേഷം സണ്ണി ഒരിക്കലും ഒരു ഓട്ടോറിക്ഷയിൽ വെച്ച് ആദ്യമായിട്ട് ചന്ദ്രയെ കാണുന്നു. അപ്പോൾ വല്ലാത്തൊരു സ്മെല്ല് സണ്ണിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് O പോസിറ്റീവ് ബ്ലഡ് കിട്ടാതാവുമ്പോൾ ചന്ദ്രയിൽ നിന്ന് ഒരു ഒരു ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്മെല്ല് വരുന്നതായിരിക്കും. അപ്പോൾ സണ്ണി അവിടെ വെച്ച് ചന്ദ്രയെ തൻ്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നു. ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി സണ്ണി ചന്ദ്രയെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന ചന്ദ്രക്ക് ഒരു ബേക്കറിയിൽ ജോലി കിട്ടുന്നു രാത്രി ഷിഫ്റ്റിൽ നിൽക്കാനായിട്ട്. രാവിലെ സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് തന്നെ ചന്ദ്രക്ക് ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. രാത്രി ഒരു ഷിഫ്റ്റിന് ഈ പറയുന്ന ചന്ദ്ര ഒരു ഹോട്ടലിൽ ജോലിക്ക് നിൽക്കുന്നു, ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത്. അവിടെ വെച്ച് തൻ്റെ ഒരു കൂട്ടുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയോട് മറ്റൊരു വ്യക്തി അപമര്യാദയായിട്ട് പെരുമാറുന്നു. ആ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഒരു സമയത്ത് ആസിഡ് വരെ ആ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഒഴിക്കാൻ പോകുന്ന സമയത്ത് ചന്ദ്ര വന്നത് എതിർക്കുന്നു. ആ ഒരു വ്യക്തിയുമായിട്ട് ഫൈറ്റ് ഉണ്ടാവുന്നു. ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ ആ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ചന്ദ്ര ഒരു നോർമൽ ഗേൾ അല്ല. ആ ഒരു ഫൈറ്റ് കാണുമ്പോഴും ചന്ദ്ര മറ്റേ ആസിഡ് തൻ്റെ ദേഹത്ത് വീണിട്ടും ചന്ദ്രക്ക് ഒരു റിയാക്ഷൻ വരാത്ത സമയത്ത് ഒരു അമാനുഷിക സ്വഭാവം ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടെന്ന് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വ്യക്തി ചെന്നിട്ട് തൻ്റെ വീട്ടുകാരോടും തൻ്റെ കൂട്ടുകാരോടും ചന്ദ്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റി പറയുന്നു. ഇൻസ്പെക്ടർ നാച്ചിയപ്പ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ വില്ലൻ കഥാപാത്രം ഈ ഒരു പെൺകുട്ടിയെ പറ്റി കേൾക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന ചന്ദ്ര സണ്ണിയുടെ ക്ഷണപ്രകാരം സണ്ണിയുടെ ഫ്ലാറ്റിലേക്ക് എത്തുന്നു. കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് വളരെ മനോഹരമായിട്ട് ഒരു വൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ചന്ദ്ര വരുന്ന സമയത്ത് ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വളരെ ഇതായിട്ട് ചന്ദ്രയെ നോക്കി നിൽക്കുന്നു. ഇത്രയും സുന്ദരിയായിട്ടൊരു പെൺകുട്ടിയെ അവിടെ എങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവരെല്ലാവരും വേണുവും സണ്ണിയും എല്ലാവരും ഈ ഒരു ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രത്തെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ചന്ദ്രയെ കണ്ട ഉടനെ സണ്ണിയുടെ പൂച്ച ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കാനായിട്ട് തുടങ്ങുന്നു. സണ്ണിയും വേണുവും അപ്പം തന്നെ പൂച്ചയെ എടുത്ത് റൂമിൽ അടച്ചിട്ടുവെങ്കിലും ചന്ദ്രക്ക് തീർച്ചയായിട്ടും മനസ്സിലായി എന്നെ കണ്ടതിൻ്റെ ആ ഒരു റിയാക്ഷനാണ്. എന്ന് വെച്ചാൽ അമാനുഷികമായിട്ടുള്ള വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ
പൂച്ച, പട്ടി എന്നീ ജീവികൾക്ക് പെട്ടെന്ന് ഇത്തരത്തിലുള്ള വ്യക്തികളെ കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ചന്ദ്രയ്ക്ക് അറിയായിരുന്നു. അങ്ങനെ ആ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചന്ദ്ര ആ ഒരു പാർട്ടിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ മറ്റേ ഡാൻസൊക്കെ ചെയ്ത് അവരോട് സംസാരിച്ചൊക്കെ പങ്കെടുക്കുന്നു. വേണുവും സണ്ണിയും ഒക്കെ ഒരുപാട് ചന്ദ്രയെ വീഴ്ത്താനായിട്ട് നല്ല രീതിയിൽ ഒരു ഫ്ലൈറ്റിംഗ് അവിടെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ചന്ദ്ര ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇൻസ്പെക്ടർ ഞാച്ചിയപ്പ ആ ഒരു ഫ്ലാറ്റിൽ ഒച്ചയും ബഹളവും ഒക്കെ കണ്ടിട്ട് അവിടേക്ക് എത്തുന്നത്. അവിടെ എത്തുന്ന സമയത്ത് ചന്ദ്രയെ കണ്ട് നാച്ചിയപ്പക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയാണ് തൻ്റെ സുഹൃത്തിനെ അടിച്ചതെന്ന്. അങ്ങനെ ആ ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെയോ ഒരു അമാനുഷികമായിട്ടൊരു ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാച്ചിയപ്പ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ചന്ദ്രയോട് പേര് ചോദിക്കുന്നു. അതിനുശേഷം ഇൻസ്പെക്ടർ നാച്ചിയപ്പ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് ഈ ഒരു ഡോക്ടർ കഥാപാത്രമായിട്ടുള്ള വിജയരാഘവൻ ഈ പറയുന്ന ചന്ദ്ര, ചാത്തൻ, ഒടിയൻ, കള്ളിയങ്കാട്ട് നീലി എന്നീ കഥാപാത്രങ്ങളെ പറ്റി അല്ലെങ്കിൽ എന്നീ വ്യക്തികൾ ഇപ്പോഴും നമുക്കൊപ്പം ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം എഴുതുന്നുണ്ട്. ആ ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിന് വേണ്ടി പല പല കാര്യങ്ങളും അന്വേഷിക്കുന്നതൊക്കെ ആയിട്ട് ആ ഒരു സിനിമയുടെ ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന യക്ഷി, ഒടിയൻ, ചാത്തൻ എന്നീ വ്യക്തികളോട് തൻ്റെ പേരക്കുട്ടിയോടും ഈ ഒരു കഥകളൊക്കെ ഷെയർ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ വിജയരാഘവൻ്റെ മകൾക്ക് ഇതൊക്കെ ഈ ഒരു പേരക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല. അതിനുശേഷം ഈ പറയുന്ന ചന്ദ്രയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന ചന്ദ്ര എങ്ങനെയാണ് ഈ കള്ളിയങ്കാട്ട് നീലി എന്നുള്ള രീതിയിൽ മാറിയതെന്നും കൃത്യമായിട്ട് ആ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു കുട്ടിയായിട്ടുള്ള നീലി ഒരു ക്ഷേത്രത്തിൽ കയറുന്നത്, ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള രാജ്യപരമ്പരയിൽപ്പെട്ട രാജാവ് ഈ ഒരു കുട്ടികൾ ആ ഒരു ക്ഷേത്രത്തിൽ കയറിയെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആളുകളെ മൊത്തം കളയാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിരിക്കുന്ന സമയത്താണ് കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു നീലിക്ക് ഈ പറയുന്ന പവർ ആ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നത്. അച്ഛനും അമ്മയും സ്വന്തം മുന്നിൽ വെച്ച് രാജാവ് കൊല്ലുന്നത് കണ്ട് ഈ പറയുന്ന നീലി അവിടെ ഉണ്ടായിരുന്ന രാജാവിനെയും രാജാവിൻ്റെ സൈന്യത്തെ മൊത്തം അവിടെ വെച്ച് ഇല്ലാതാക്കിക്കൊണ്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെയാണ് ഈ ഒരു നീലി കള്ളിയങ്കാട്ട് നീലി എന്നുള്ള രീതിയിൽ വളർന്നു വലുതായത്. നീലി ഒരു വാമ്പയറാണ്, ചോര കുടിക്കുന്ന ഒരു യക്ഷിയാണ് നീലി. നീലിക്ക് എന്താണ് ഈ പറയുന്ന പോലെ ചിരഞ്ജീവിയാണ് നീലി, ഒരിക്കലും ചത്തുപോവാത്ത ഒരു ചിരഞ്ജീവിയാണ് നീലി ഈ ഒരു സിനിമയിൽ. അതുപോലെ തന്നെ ഈ ചാത്തനും മുടിയനൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ പെട്ട ആളുകൾ തന്നെയാണ്. അവർക്കൊരിക്കലും മരണം ഉണ്ടാവില്ല. അതിനുശേഷം ഈ പറയുന്ന സണ്ണിയും നീലിയും കുറച്ചുകൂടി അടുത്ത സുഹൃത്തുക്കളാവുന്നു. നീലിക്ക് നീലി ഒരു അമാനുഷികപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്ന് സണ്ണിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചോര കുടിച്ചാലേ നീലിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഓപ്പോസിറ്റീവ് ബ്ലഡാണ് നീലി ഉപയോഗിക്കുന്നതെന്നും സണ്ണിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നീലി ഒരു ബേക്കറിയിൽ ജോലി ചെയ്തെന്ന് ഇത്തിരി മുമ്പ് പറഞ്ഞല്ലോ. അവിടെ വെച്ചൊരു പെൺകുട്ടിയോട് ഒരു പയ്യൻ അപമര്യാദയായിട്ട് ഇടപെടുന്ന സമയത്ത് നീലി അവനടിച്ചതെന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആ ഒരു പയ്യനും അവൻ്റെ കൂട്ടുകാരും ചേർന്നുകൊണ്ട് നീലിയെ ഇഞ്ചക്ഷൻ കുത്തിവെച്ചുകൊണ്ട് ബോധക്ഷയപ്പെടുത്തിക്കൊണ്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇത് കാണുന്ന സണ്ണി എന്താണ് ഈ നീലിയെ രക്ഷിക്കാനെന്ന രൂപേണ ഇവർക്ക് പുറകെ ഇവരെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് കള്ളിയങ്കാട്ട് നീലി ഇവരെയൊക്കെ അടിക്കുന്നതും ഇടിക്കുന്നതും കൊല്ലുന്നതും അവരുടെ രക്തം പാനം ചെയ്യുന്നതും കണ്ട് സണ്ണി അവിടെ ബോധം കെട്ട് വീണ് പോവുകയാണ്. അതിനുശേഷം നീലി ഈ പറയുന്ന സണ്ണിയെ എടുത്തുകൊണ്ട് ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഇവിടെ ഉണ്ടായ ഒരു കാര്യങ്ങളും മറ്റാരും അറിയാനായിട്ട് പാടില്ല എന്നുള്ള രീതിയിൽ സണ്ണിയുടെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് വാങ്ങുന്നു. അവിടെ വെച്ച് ഡോക്ടർ വേണു ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു. വേണു എന്ന് പറയുന്നത് സണ്ണിയുടെ കൂട്ടുകാരനാണ്. ഈ പറയുന്ന വേണു ആ ഒരു ഫ്ലാറ്റിലേക്ക് വരുന്നു. ഈ പറയുന്ന കള്ളിയങ്കാട്ട് നീലിയുടെ റൂമിലുണ്ടായിരുന്ന ഒരു പുസ്തകത്തിൽ സണ്ണിയുടെ രൂപത്തിലുള്ള ഒരു ഫോട്ടോ അദ്ദേഹം കാണുന്നുണ്ട്. അതിനുശേഷം നീലി ആ ഒരു ഫോട്ടോ പിടിച്ചു വാങ്ങുന്നു. അതിനുശേഷം ഈ ഒരു പ്രശ്നത്തിന് ശേഷം സണ്ണിയും നീലിയും തമ്മിൽ ഒരുപാടധികം സംസാരിക്കാനും ഒരുപാടധികം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒക്കെ ഒരു ഇടയാവുന്നുണ്ട്. അതിനുശേഷം ഒരു സമയത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന ചന്ദ്ര എന്ന പേര് യഥാർത്ഥത്തിലുള്ളതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേരുണ്ടോ എന്ന് ഈ പറയുന്ന ചന്ദ്രയോട് സണ്ണി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സണ്ണി പറയുന്നു ചന്ദ്ര പറയുന്നു എൻ്റെ ശരിക്കും പേര് നീലി എന്നാണെന്ന്. അപ്പം തന്നെ സണ്ണി ഭയങ്കരമായിട്ട് പേടിച്ചുകൊണ്ട് കള്ളിയങ്കാട്ട് നീലി അതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അത് ഞാനാണെന്ന് പറയുന്നുണ്ട് ചന്ദ്ര. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന സണ്ണി ചോദിക്കുന്നുണ്ട്, കത്തനാരെന്തോ ആണിയടിച്ച് കൊന്നു എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് കത്തനാരായിട്ടുള്ളൊരു ഫ്ലാഷ് ബാക്കാണ് പിന്നെ കാണിക്കുന്നത്. കത്തനാർ മറ്റുള്ള ജനങ്ങൾക്ക് മുമ്പിൽ കള്ളിയങ്കാട്ട് നീലിയെ വീഴ്ത്തി എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരിക്കലും നീലിയെ കൊന്നിട്ടുണ്ടായിരുന്നില്ല. നീലിയെ കൊണ്ട് ചില ചാത്തന്മാരെയും മുടിയന്മാരെയൊക്കെ കീഴടക്കാനായിട്ട് കത്തനാർക്ക് മൂത്തോനും ഈ പറയുന്ന നീലിയെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നീലിയെ കൊന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കത്തനാരും നീലിയും തമ്മിൽ കൂട്ടുകാരായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സണ്ണി
സണ്ണി അറിയുന്നു. അപ്പോൾ സണ്ണി പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ മിത്തായിട്ടാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ചന്ദ്ര പറയുന്നു, നിങ്ങൾ മിത്ത്, ഐതിഹ്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യമുള്ളതാണെന്നും അതൊക്കെ ശരിക്കും ഉള്ളതാണെന്നൊക്കെ അറിയോ എന്നുള്ള രീതിയിൽ ഇവർ തമ്മിൽ ഒരുപാട് സംസാരമുണ്ടാകുന്നു. അതിനുശേഷം ഒരു സമയത്ത് ഇൻസ്പെക്ടർ നാച്ചിയപ്പക്ക് ഈ പറയുന്ന ചന്ദ്രക്ക് ഇത്തരത്തിലൊരു ശക്തിയുണ്ട്, ഒരു സാധാരണ പെൺകുട്ടിയല്ല എന്നറിഞ്ഞുകൊണ്ട് ഈ ഫ്ലാറ്റിൽ സെർച്ച് ചെയ്യാനായിട്ട് എത്തുന്നു. അവിടെ വെച്ച് ചന്ദ്ര ഈ പറയുന്ന ഇൻസ്പെക്ടർ നാച്ചിയപ്പയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഇൻസ്പെക്ടറിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ചന്ദ്ര ആ ഒരു രക്തം കുടിക്കാൻ പോകുന്ന സമയത്ത് ഇൻസ്പെക്ടറിൻ്റെ കൃത്യമായിട്ടൊരു പാട് വീഴുന്നുണ്ട്. ചന്ദ്ര ആക്രമിക്കുന്ന സമയത്ത് ചന്ദ്രയുടെ പല്ലുകൊണ്ടുണ്ടായ ഒരു പാട് വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരു ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണ് ചന്ദ്രക്കുള്ള അതേ ശക്തി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു സമയത്ത് ഈ പറയുന്ന സണ്ണി ഒരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് ഇടപെടുന്നുണ്ട്. ഇൻസ്പെക്ടർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വെടി നമ്മുടെ സണ്ണിയുടെ ദേഹത്താണ് കൊള്ളുന്നത്. സണ്ണിയെ രക്ഷിക്കാനായിട്ട് ചന്ദ്ര പോകുന്ന സമയത്ത് ഈ പറയുന്ന ഇൻസ്പെക്ടർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇൻഫെക്റ്റഡ് ആവുകയാണ്. ചന്ദ്രക്കുള്ള അതേ പവർ ഈ ഒരു ഇൻസ്പെക്ടറിനും കിട്ടുകയാണ്. അങ്ങനെ ഒരു ഇൻസ്പെക്ടറിന് ആ ഒരു പവർ കിട്ടുമ്പോൾ അതൊരിക്കലും പോസിറ്റീവായിട്ട് പോകില്ല എന്ന് ചന്ദ്രക്കറിയാം. ചന്ദ്രക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഇൻസ്പെക്ടറിന് ചെയ്യില്ല. ഇൻസ്പെക്ടർ വളരെ മോശം വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ശക്തി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രശ്നമാകുമെന്നുള്ള കാര്യം ചന്ദ്രക്കും ചന്ദ്രക്കൊപ്പമുള്ള വ്യക്തികൾക്കും അറിയാൻ പറ്റിയാണ്. അങ്ങനെ ഒരു സമയത്ത് ഈ പറയുന്ന ചന്ദ്രയെയും സണ്ണിയെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് പോലീസ് കേസുകളും എല്ലാം വരുന്നു. മീഡിയയിൽ ഈ പറയുന്ന ചന്ദ്രയുടെ ഫോട്ടോസ് വരുന്നു. ഇവരന്വേഷിച്ചുകൊണ്ട് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കുന്ന സമയത്ത് ഈ പറയുന്ന ചന്ദ്രയും സണ്ണിയൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഒളിച്ച് താമസിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ചാത്തനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചാത്തൻ ഒരു ബാറിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ന്യൂസ് കാണുന്നത്. ന്യൂസ് കണ്ടുകൊണ്ട് ചാത്തൻ ഈ പറയുന്ന ചന്ദ്രയെയും സണ്ണിയെയൊക്കെ കാണാനായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് പോലീസ് അന്വേഷിച്ചുകൊണ്ട് ഇവർ താമസിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ആ ഒരു പോലീസുകാരൊക്കെ ഈ പറയുന്ന ചാത്തൻ വന്ന് തൻ്റെ കെണിയിൽ പെടുത്തുകയാണ്. ഒരുമാതിരി മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ ആ ഒരു പോലീസുകാരെയൊക്കെ ആക്രമിച്ചുകൊണ്ട് ഈ പറയുന്ന ചാത്തൻ ഇവരെ സേവ് ചെയ്തുകൊണ്ട് ഇവരുടെ ആ ഒരു ബാറിലേക്ക് പോവാണ്. ഒരു ബാറുണ്ട്. ആ ഒരു ബാറിൽ ജോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവർക്ക് സഹായങ്ങൾ ചെയ്യുന്നത്. ജോൺ എന്ന് പറയുന്ന വ്യക്തി കത്തനാർ ഫാമിലിയിൽ പെട്ടതാണ്. കത്തനാറിൻ്റെ ഓരോരോ മക്കളും കൊച്ചുമക്കളൊക്കെയാണ് ഇവർക്ക് സഹായങ്ങളായിട്ട് എത്തുന്നത്. അപ്പോൾ ആ ഒരു ബാറിൽ ഇവർക്ക് ആ ഒരു ബാറിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഇവർക്ക് താമസിക്കാനായിട്ടൊരു പ്രത്യേക റൂം ഈ പറയുന്ന ജോൺ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനടിയിലേക്ക് ചന്ദ്രയെ കൊണ്ടുപോകുന്നു. അതിനു മുമ്പ് നീലി എന്ന് എഴുതിയ ചന്ദ്രയുടെ താക്കോൽ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചാത്തനും ഒടിയനും യക്ഷിക്കും നീലിക്കൊക്കെ കൃത്യമായിട്ട് അവിടെ താമസിക്കാനായിട്ട് ഓരോരോ റൂമുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ റൂമിൻ്റെ കീ ആണതെന്ന് മനസ്സിലായി. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ചാത്തനും നീലിയും സണ്ണിയും വേണുവും എല്ലാവരും കൂടി ആ ഒരു റൂമിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവിടെ അവർ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് സണ്ണിയുടെ കൂട്ടുകാരനായിട്ടുള്ള വേണു പെട്ടെന്ന് ഒരു റൂമിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒടിയനെ കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ ചാത്തൻ പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നോക്കണ്ട എന്നുള്ള രീതിയിൽ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആദ്യം പോലീസുകാരും പോലീസിലൊരു പ്രത്യേക സൈന്യമായിട്ടുള്ള ഒരു ആർമി വിങ്ങും ഈ ഒരു ചന്ദ്രയെ തേടിക്കൊണ്ട് ആ ഒരു ബാറ് ഫുള്ള് റൗണ്ട് ചെയ്യാണ്. അതിനുശേഷം അവർ ബാറിനുള്ളിലേക്ക് വരുന്നു. ചന്ദ്ര അവരായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നു. ഇവരെല്ലാവരും ചന്ദ്രക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ തോറ്റു പോവുകയാണ്. ആ ഒരു സമയത്ത് ഈ പറയുന്ന വില്ലന്മാരുടെ കുറച്ച് ഗുണ്ടകളും കൂടി ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അവർക്കും ചന്ദ്രക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ടർ നാച്ചിയപ്പയും ആ ഒരു ബാറിനുള്ളിലേക്ക് വരുന്നു. ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേർക്കും ഒരുപോലെയാണ് ശക്തി കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കള്ളിയങ്കാട്ട് നീലിയുടെ ആ ഒരു ശക്തി ഇൻസ്പെക്ടറിനും കിട്ടിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. ചന്ദ്ര തോക്കുമെന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ സണ്ണി വന്നിട്ട് ഈ പറയുന്ന പോലെ ആ ഒരു ഇൻസ്പെക്ടറിനെ ഷൂട്ട് ചെയ്യുന്നു. അവിടെ വെച്ച് ഈ പറയുന്ന പോലെ ചില സംഘർഷങ്ങളുണ്ടായി. ചന്ദ്ര അവസാനം ഈ ഒരു ഇൻസ്പെക്ടറിൻ്റെ ഹേർട്ടിൽ കുത്തുന്നു. ഇവരുടെ ചെസ്റ്റിൽ കുത്തുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് ബോധക്ഷയം വരികയും പിന്നെ ഇവരെ പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇൻസ്പെക്ടറിനെ എടുത്തുകൊണ്ട് ഇവർ പോയിട്ട് പെട്ടെന്ന് ഒരു ഐസ് ഫ്രിഡ്ജിലാക്കി അടച്ചു വെക്കുന്നു. അതിനുശേഷം ചാത്തൻ അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഒടിയൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ കാണിക്കുന്നുണ്ട്. DQ ആണ് ഒടിയൻ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. അപ്പോൾ DQവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീനിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം പേരെ ഈ പറയുന്ന ജോൺ എന്ന് പറയുന്ന കത്തനാർ ഫാമിലിയിൽപ്പെട്ട ആ ഒരു പയ്യൻ അണ്ടർഗ്രൗണ്ടിലേക്ക് വിടുന്നു ഒരു ഡീല് സംസാരിക്കാനായിട്ട്. ആ ഒരു സമയത്ത് ഒരു പട്ടിയെ കാണുന്നു. അതിന് ബാക്കിൽ വന്നിട്ട് ഒടിയൻ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഓൾറെഡി ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു വ്യക്തിയെ അതിനടിയിൽ ആ ഒരു പ്രിസണിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുകയാണ്, അങ്ങോട്ടൊന്നും പോവില്ല, അവൻ സാധാരണപ്പെട്ട വ്യക്തിയൊന്നുമല്ല,
എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഇവർ ആ ഒരു ഒടിയനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒടിയൻ ഭയങ്കരമായിട്ടുള്ള വേഗത്തിൽ വന്നിട്ട് തൻ്റെ വാളുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന എല്ലാവരെയും കൊല്ലുന്നു. ഏറ്റവും അവസാനം അങ്ങനെ ഒരു മാസ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ DQനും ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചില എഴുത്തും കുത്തുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സീൻ വരുന്നുണ്ട്. ആ ഒരു സീനിലാണ് നമ്മുടെ ചാത്തൻ എന്താണെന്നും അടുത്ത സിനിമയിൽ ചാത്തൻ്റെ പ്രാധാന്യം എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു സീൻ അവിടെ വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ചാത്തൻ്റെ അടുത്ത് ഒരു സയൻറ്റിസ്റ്റ് വന്ന് ചോദിക്കുന്ന കാര്യമാണ് കള്ളിയങ്കാട്ട് നീലിക്ക് ആ ഒരു ശക്തി കിട്ടിയ ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ, അവിടെ ചില സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ ഒരു സന്യാസിയും ചേർന്ന് ചില കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പോയി. ആ ഒരു സമയത്ത് അവിടെ കയറിയിട്ടുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളെയും കാണാതായിട്ടുണ്ട്. അവിടെ നിന്ന് വന്ന ഒരു സന്യാസി മാത്രമാണ് ആ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്, ആ ഒരു കേവിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ഒരു കേവിൻ്റെ ഒരു പരിധി വിട്ട് മറ്റുള്ള സയൻറ്റിസ്റ്റുകൾ പോകുന്ന സമയത്ത് ആ ഒരു സന്യാസി കൃത്യമായിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പരിധി വിട്ട് അതിനകത്തേക്ക് പോകരുതെന്ന്, ആ ഒരു കാടിനകത്തേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ കേട്ടില്ല. അതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റിനൊന്നും കിട്ടിയില്ല. പക്ഷേ അവിടെ നിന്ന് കിട്ടിയ ഒരു ക്യാമറയിൽ ഒരു പിക്ചർ ക്യാപ്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പിക്ചർ ടൊവിനോ തോമസ് ആയിട്ടുള്ള ചാത്തനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളല്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അതായത് ആ ഒരു പിക്ചറിൽ കാണുന്നത് ടൊവിനോയെ പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ ചാത്തനെ പോലെ തന്നെ തോന്നിക്കുന്ന മറ്റൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് നിങ്ങളല്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന് ആ ഒരു സയൻറ്റിസ്റ്റ് ചാത്തനോട് ചോദിക്കുന്ന സമയത്ത് ചാത്തൻ പറയുന്നു, എന്നെ കണ്ടാൽ എന്നെപ്പോലെ തോന്നിക്കുന്ന 389 സഹോദരന്മാർ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കോ എന്നുള്ള രീതിയിൽ ടൊവിനോ ചോദിക്കുന്നുണ്ട്. അതായത് ചാത്തൻ 389 ചാത്തന്മാരും ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് എത്താനായിട്ട് എല്ലാ രീതിയിലും ഒരു ഇത് കാണുന്നുണ്ട്. അടുത്തൊരു സിനിമ എന്ന് പറയുന്നത്, അതായത് ലോക സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചാത്തന്മാർ ബേസ് ചെയ്തൊരു മൂവിയാണ്. ചാത്തന്മാർ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ എൻഡിങ് കാണിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ലോക ചാപ്റ്റർ 2ൻ്റെ ഒരു അനൗൺസിങ് ബന്ധപ്പെട്ടുകൊണ്ട് ചാത്തനായിരിക്കും ഈ ഒരു സിനിമയിലെ പ്രമുഖ കഥാപാത്രം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ടീസറും ഇപ്പം നമ്മുടെ DQ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അടുത്ത സിനിമയിൽ കള്ളിയങ്കാട്ട് നീലിയും ഒടിയനും ചാത്തനൊക്കെ കുറച്ചുകൂടി ശക്തിശാലികളായിട്ട് കുറച്ചുകൂടി ഇതിലൂടെ നമ്മളുടെ മുന്നിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ള കാര്യം ഏകദേശം ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ബേസ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. സിനിമയുടെ ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സിനിമയിൽ ഒരുപാട് സീനുകളുണ്ട്, നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് സീനുകളുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു സിനിമയുടെ ഓൾ ഓവർ ടോട്ടൽ ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ നിങ്ങളായിട്ട് പങ്കുവച്ചത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അടുത്ത കൊല്ലം ഈ ഒരു സെപ്റ്റംബർ മാസത്തോടനുബന്ധിച്ചുകൊണ്ട് ലോക ചാപ്റ്റർ 2, അതായത് ലോക സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ സെക്കൻഡ് ചിത്രം പുറത്തിറങ്ങും എന്നുള്ള രീതിയിലേക്കാണ് പറയാനായിട്ട് സാധിച്ചത്. അതിന് മുമ്പേ തന്നെ ഈ ഒരു DQ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തീർത്ത് വളരെ പെട്ടെന്ന് തന്നെ DQയും ഡൊമിനിക് അരുണും ഈ ഒരു സിനിമ പുറത്തിറക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം അടുത്ത സിനിമ എത്ര കോടി ക്ലബിലായിരിക്കും കയറാൻ പോകുന്നത്. ഇതിപ്പോൾ മോളിവുഡ് സിനിമ ഇൻഡസ്ട്രി കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് ലോക ചാപ്റ്റർ 1 ചന്ദ്ര മാറിയിട്ടുണ്ട്. ഏകദേശം 320 കോടി രൂപ വേൾഡ് വൈഡ് കളക്ട് ചെയ്യുന്ന ആദ്യത്തെ മലയാളം ചിത്രമാണ് ഈ പറയുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അപ്പോൾ തീർച്ചയായിട്ടും ലോക 2 ഇതിലും വലിയൊരു വിജയമായിട്ട് മാറുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്